എല്ലാം പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കണ്ടകളെ കരകതച്ചോട് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് ബലി അർപ്പിച്ച വൈദികരെ ഓർമ്മിക്കണം. ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെ, സാധാരണക്കാരുടെ കൂടെയുള്ള വർഗീസ് അച്ഛനെയും മാർട്ടിനച്ഛനെയും, ഒപ്പം നമ്മുടെ പരിചയത്തിലും നമ്മുടെ സ്വന്തത്തിലും ഒക്കെ ഉള്ള എല്ലാ വൈദികരെയും നമ്മുടെ ഇടവക വികാരങ്ങളെ സമർപ്പിക്കാം. ഒരു ഇടയൻ നന്നായാൽ ആ ഇടയന്റെ കീഴിലുള്ള ജനങ്ങളെല്ലാം കൂടുതൽ ആത്മീയ അഭിഷേകമുള്ളവരായിട്ട് മാറും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളവരെ, ആശ്രമത്തിലെ വൈദികരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ മനുഷ്യരാണ്, ബലഹീനരാണ്, എപ്പോഴും മനസ്സിൽ നന്മയിലൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എവിടെയെങ്കിലും ജീവിതത്തിലെ വീഴ്ചകൾ സംഭവിക്കാൻ സ്വാഭാവിക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ നിറയട്ടെ. കണ്ണുകളടച്ച കരങ്ങൾ ചോട് ചേർത്ത് വെച്ച് ലോകമെപ്പോഴും എല്ലാ വൈദികരെ മനസ്സിലുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. നിത്യ പുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ എടുക്കുന്ന അവരുടെ പുരുഷരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയവരിലേക്കുള്ള നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമോദനം പ്രദർശിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളുടെ അകറ്റുകയും വിശുദ്ധമായി കാത്തുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകപത്രങ്ങൾ സംരക്ഷിക്കട്ടെ. കാർമ്മികനായിട്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഷാജി കുമ്പേശ്വരി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ദൈവം ഇനിയും അച്ഛനെ എടുത്തുപയോഗിക്കട്ടെ. പ്രത്യേകിച്ച് ഗാനങ്ങളിലൂടെ ദൈവത്തിലേക്ക് സുവിശേഷം ജീവിക്കാൻ തയ്യാറാണ്. സുവിശേഷം ജീവിക്കാൻ തയ്യാറായ അബ്രഹാത്തോട് ദൈവം ഇങ്ങനെ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനം, നീ എന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട്, അർത്ഥം നീ സുവിശേഷം ജീവിച്ചു
ജീവിച്ചതുകൊണ്ട്, നീ വിശ്വാസത്തിന് സാക്ഷിയായി മാറിയതുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് 36ാമത് പ്രാദേശിക ബൈബിൾ കൺവെൻഷൻ സമാപിക്കുകയാണ്. നിങ്ങൾക്ക് സിഗ്നലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ട് സൈഡിലേക്കും പോകാനുള്ളവർക്ക് വാഹനങ്ങൾ ഇവിടുന്ന് ചെല്ലുമ്പോഴുള്ള സർവീസ് റോഡുകളിൽ തന്നെയായിട്ടുണ്ട്. അതുകൊണ്ട് സിഗ്നലിന്റെ അവിടെ ഹൈവേ മുറിച്ചു കിടന്ന് അസ്വസ്ഥത ഉണ്ടാക്കേണ്ട കാര്യമില്ല.